prosecution failed to prove the case with evidences. Hence, the accused acquitted. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം എന്നല്ലോ സാറേ. It's time for a break. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ കുറച്ച് ദിവസം ലീവിൽ പോകും. സാർ, ഇനിയിപ്പോൾ ഈ കേസിൽ ആ കൊച്ചിന് എൻ്റെ മകളുടെ പ്രായമാണ്. എന്നെ ക്വാർട്ടേഴ്സിൽ വിട്ടിട്ട് വണ്ടി സ്റ്റേഷനിലിട്ടേക്ക്. നാടോടി പെൺകുട്ടി വധവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിഭാഗം വക്കീൽ മരിച്ച നിലയിൽ. ആരോ പണ്ണ തപ്പ്, കാപ്പാത്തനവൻ സത്തുപോയാച്ച്. മുരുക കണ്ണാ പാത്തു പോ. ഞാൻ പറയാം. പലപ്പോഴും നിന്നോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കൂടെ കൂടെ ആളെ ഇവിടെ കാണാറുണ്ടല്ലോ, ആരാ അത്? അജയ് സ്വാമിനാഥൻ. ഞാനുമായിട്ടൊരു 10-15 വർഷത്തെ ബന്ധമുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന് പറയാം. അയാളെ ഹോണ്ട് ചെയ്യുന്ന ഏതെങ്കിലും കേസിന് പുറകെ ഇറങ്ങിത്തിരിക്കും. പിന്നെ ഊണും ഉറക്കമൊക്കെ ഒഴിച്ച് അതിൻ്റെ വിത്തും വേരും ചകഞ്ഞ് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ അവസാനിപ്പിക്കൂ. അതാണ് പ്രകൃതം. പലരും അയാൾക്ക് വട്ടാന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഫൈൻഡിങ്സ് ഷാർപ്പാണ്. നമ്മുടെ ചാനലൊരു ചെറിയ സെറ്റപ്പാണെന്ന് എനിക്കറിയാലോ. പിന്നെ ഈ വട്ടിൻ്റെ പുറത്ത് അയാൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിന് ഗുണമായി വന്നിട്ടുണ്ട്. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണലുപരി അയാളുടെ ഒരേ ഒരു പാഷനാണ്. പിന്നെ പെണ്ണില്ല, പെടക്കോഴിയില്ല, കുഞ്ഞുകുട്ടി പരാധീനതകളില്ല, കയ്യിലാണെങ്കിൽ പൂത്ത കാശും. എന്നോടുള്ള ബന്ധം കൊണ്ട് ഇവിടെ കൂടെ കൂടെ വരും. വന്നു കഴിഞ്ഞാൽ ആ സീറ്റ് തന്നെ വേണം അയാൾക്ക്. ഇപ്പം ആ സീറ്റിലാരോ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് വന്ന് മുട്ടിയതാ. നാടോടി പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട വിവാദമായ കേസിൽ ഒടുവിൽ പ്രതി കുറ്റവിമുക്തൻ. ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇൻവെസ്റ്റിഗേഷൻ പഴുതടച്ചതായിരുന്നു. തെളിവുകൾ വിശ്വസ്തവും. പക്ഷേ തോറ്റുപോയി. സത്യമറിയുന്നവർ ആരുമാകാം. കോടതി വിട്ടയച്ച പ്രതിയാകാം. കേസ് വാദിച്ച വക്കീലാകാം. നഗരത്തിൻ്റെ അന്ധകാരം ഭരിക്കുന്ന ഗ്യാങ്സ്റ്റേഴ്സാകാം. വാർത്തകൾ കൈവെള്ളയിലിട്ട് അമ്മാനമാടി സെൻസേഷനിലാക്കുന്ന മാധ്യമങ്ങളോ ജേർണലിസ്റ്റോ ആകാം. നിന്റെ പ്രശ്നങ്ങൾ ഇതോടെ തീരണം. നിനക്കെന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടതെന്നോ? എനിക്ക് വേണ്ടത് നീ തരൂ. ആരോരുമില്ലാത്ത ഒരു പാവം പെൺകുട്ടി, ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് കിൽഡ്. കോടതി വെറുതെ വിട്ട പെയ്ഡ് ക്രിമിനൽ ഇന്ന് പുറത്തുണ്ട്. എനിക്ക് വേണ്ടത് ആ കേസിലെ യഥാർത്ഥ പ്രതിയെ. അവൻ എന്നെ സംബന്ധിച്ചിടത്തോളം പല കക്ഷികളിൽ ഒരാൾ മാത്രം. ആ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ട ചുമതല എനിക്കില്ല. സാധാരണഗതിയിൽ അത് മതി. പക്ഷേ ഇവിടെ അതല്ലല്ലോ സത്യം. അഡ്വക്കേറ്റ് ജോൺ തരകൻ, പറയേ, കളയാൻ നിനക്കുമില്ല എനിക്കുമില്ല സമയം. ആരാണ് യഥാർത്ഥ പ്രതി? കേസന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലുമെല്ലാം പോലീസിന്റെ ജോലി. അതെല്ലാം കടന്ന് കുറ്റമാരോപിക്കപ്പെട്ടവൻ രക്ഷപ്പെട്ടെങ്കിൽ അത് വെറുതെ ആകില്ലല്ലോ. ഇനി വേണമെങ്കിൽ മേൽക്കോടതിയിൽ പോകാം. ദ ജസ്റ്റിസ് വിൽ ബി സെർവ്ഡ്. ജസ്റ്റിസ് മൈ ഫുഡ്. ഒന്നുറക്കെ കരയാനോ ഒന്നെതിർക്കാനോ കഴിയാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നു കെട്ടിത്തൂക്കി. ആ നിഷ്കളങ്ക ബാല്യത്തിന് ഇനി എന്ത് നീതി?
ഡാ പുല്ലേ, ഇത് ഇവിടെ നിർത്തിക്കോണം. മതി, എനിക്ക് പോണം. ഞാൻ പറയുന്നു, നീയാണ് ദ റിയൽ കൾപ്രിറ്റ്. ഒരു പാവം പെൺകുഞ്ഞിനെ കൊന്നു കെട്ടിത്തൂക്കി. എന്നിട്ട് അതേൽക്കാൻ നീ ഒരു ഡമ്മിയെ കണ്ടുപിടിച്ചു. നിന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് നീ അവനെ പുഷ്പം പോലെ പുറത്തു കൊണ്ടുവന്നു. പറയടാ, നീ എത്ര കൊടുത്തു അവന്? നിന്റെ എല്ലില്ലാത്ത നാക്കുപയോഗിച്ച് ആരോടാ എന്തോ പറയണമെന്ന് നിനക്ക് മനസ്സിലായോ? അറിയാം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ ലോയറിൻ്റെ സമർത്ഥനായ ജൂനിയർ അഡ്വക്കേറ്റ് ജോൺ തരകൻ. സൊസൈറ്റിയിൽ ക്ലീൻ ഇമേജ്, ഉന്നതങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളവൻ. ഒരു കേസ് മായ്ച്ചു കളയാൻ ഇതൊക്കെ പോരെ? ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണ്. പക്ഷേ എൻ്റെ കക്ഷി പറയുന്ന കള്ളങ്ങൾ ഞാൻ ചിലപ്പോൾ കണ്ടില്ലെന്ന് നടിക്കും. ഇഫ് ഹീ ഈസ് ഹാവിങ് ഇനഫ് മണി ടു കവർ അപ്പ് ദാറ്റ് ലൈ. അറിയാം, അലയുകയായിരുന്നു ഞാൻ. കുറച്ചു കാലമായി അത്തരം കക്ഷികൾക്കും സാക്ഷികൾക്കും മാമൂലുകൾക്കുമെല്ലാം ഒപ്പം. കാര്യങ്ങൾക്കെല്ലാം ഒരു ഉറപ്പ് വരുത്താൻ നല്ലതും കെട്ടതും സുതാര്യവും നിഗൂഢവുമായ പല തുറകളിൽ പലരെയും കണ്ടുമുട്ടേണ്ടി വന്നു. കാര്യം, ഞാൻ നടക്കുന്ന വഴികളിൽ എൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞ മുള്ളാണ് നീ. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ സന്ധ്യയിലാമെങ്കിൽ ഈ കേസിന് ഉപകാരപ്പെടുന്ന കുറച്ച് എല്ലുകഷ്ണങ്ങൾ ഞാൻ ഇട്ടുതരാം. ഒരുപാട് വഴികൾ സഞ്ചരിച്ചു. കേസ് വാദിച്ച വക്കീലിനും രക്ഷപ്പെട്ട പ്രതിക്കും പിറകിലായി അത് അവസാനിച്ചു. നിന്റെ ഡമ്മി പ്രതി റഷീദ് സുലൈമാൻ, അവൻ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എൻ്റെ അടുത്ത്. കുമ്പസാരിച്ചു എനിക്ക് മുന്നിൽ. കാണിച്ചു തന്നു ഇരുട്ടിൽ മാത്രം നീ കൂടെ കൂട്ടുന്ന നെറികെട്ട ആ വർഗത്തെ. കഴിഞ്ഞ കുറച്ചു കാലമായി നിനക്ക് പുറകെ ഞാനുണ്ടായിരുന്നു മിസ്റ്റർ തരകൻ. നിന്റെ ഇടപെടലുകൾ, സമ്പ്രദായങ്ങൾ, പോകുന്ന വഴികൾ, ലക്ഷ്യസ്ഥാനങ്ങൾ എല്ലാം നോക്കിക്കൊണ്ടു. അതുപോലെ ഏകമകളെയും കൂട്ടി നിന്നെ ഉപേക്ഷിച്ചു പോയ നിന്റെ ഭാര്യയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി നിന്റെ വ്യക്തിജീവിതത്തിലെ കറപിടിച്ച ഭാഗങ്ങൾ സുവ്യക്തമായ അക്ഷരങ്ങളുള്ള വാറോലകൾ വായിക്കുന്നത് പോലെ. നിന്റെ മകൾക്ക് ഏകദേശം ആ കൊച്ചിൻ്റെ പ്രായമാണ്. അവസാനമായി ഇവിടെ നീയുമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ചയുടെ തീർപ്പും ഞാൻ നേരത്തെ നിർണയിച്ചു. ആൻ്റണി, ജോലി കഴിഞ്ഞാൽ ഈ നമ്പറിലൊരു മിസ്ഡ് കോൾ തന്നാൽ മതി. പഴയ നമ്പറിൽ ഇനി കോൺടാക്ട് ചെയ്യണ്ട. സ്വകാര്യമായി നീ സഭ കൂടുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ നിനക്ക് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് മിക്സ് ചെയ്യുന്നു. ഇത് ഞാൻ നിനക്ക് തരുന്ന സ്വാതന്ത്ര്യം, മരണം സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവസരം. ടേക്ക് ദ ഡ്രിങ്ക് ആൻഡ് ഹാവ് ദ ഡെത്ത്. Otherwise, I will kill you. Or else, defeat me and run away. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. മിസ്റ്റർ തരകൻ, താങ്കളൊരു ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൾ പ്രശസ്തനായിരുന്ന ഒരു വക്കീലിൻ്റെ പുത്രിയായി സ്വസ്ഥമായി ഇനി ജീവിക്കട്ടെ. ഗുഡ് ബൈ.